നയനിയും ദേവയാനിയും ഒരുമിച്ചിരുന്ന് പരസ്പരം ഭക്ഷണം വാരിക്കൊടുത്ത് സ്നേഹിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ കിടിലൻ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ നയന ദേവയാനിയുടെ സ്നേഹം തിരിച്ചറിയുകയാണ്. ദേവയാനി അത്രയും കാലം മറച്ചു വെച്ച സ്നേഹം നയന മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയന ദേവയാനിയുടെ തുറന്ന മനസ്സോടെയുള്ള സ്നേഹം നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. നയന ശരിക്കും സന്തോഷിക്കുകയാണ്. അതിനോടൊപ്പം ദേവയാനി നയനയോട് മാപ്പ് പറഞ്ഞ് കരയുന്നൊക്കെയുണ്ട്. ഈ സമയം നയന കരഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറയുകയാണ്, അമ്മ എന്നോട് മാപ്പ് പറഞ്ഞ് ഒരിക്കലും എൻ്റെ മുമ്പിൽ ചെറുതാകരുത്. ഈ വീട്ടിലേക്ക് വന്നു കയറിയത് ഞാൻ ശരിയായ മാർഗത്തിലൂടെ ആയിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് എന്നോട് അത്രയും ദേഷ്യപ്പെടേണ്ടി വന്നത്. അമ്മയുടെ സ്ഥാനത്ത് ഏതൊരമ്മയായാലും ഇതുപോലൊക്കെ തന്നെ എന്നോട് പെരുമാറാൻ സാധിക്കൂ. അതിലൊന്നും എനിക്കൊരു പരാതിയില്ലമ്മേ. കുറച്ച് നാളുകൾ എടുത്തെങ്കിലും എനിക്ക് സ്നേഹമുള്ള അമ്മായിയമ്മയല്ല ഒരമ്മയെ തന്നെ ഈശ്വരൻ തന്നില്ലേ. ദേവയാനി ഈ സമയം കരഞ്ഞുകൊണ്ട് നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നയനയും കരഞ്ഞുകൊണ്ടാകും ദേവയാനിയെ കെട്ടിപ്പിടിക്കുന്നത്. ശേഷം ദേവയാനി നയനയോട് പറയുന്നുണ്ട്, നീ ഇനി എൻ്റെ മോളാ. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇരട്ടി ഞാൻ നിന്നെ ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മോളായിട്ട് തന്നെ കൂടെ കൊണ്ടു നടക്കും. ഇത് ഈ അമ്മയുടെ വാക്കാണ് മോളെ. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എനിക്ക് വയ്യെന്ന് പറയുമ്പോഴും ഞാൻ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോഴും അമ്മയ്ക്ക് എത്രത്തോളം സങ്കടം ഉണ്ടായിട്ടുണ്ടെന്ന് ആ ദിവസങ്ങളിൽ ഞാൻ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അമ്മ ദേഷ്യപ്പെടുമ്പോഴും ചീത്ത പറയുമ്പോഴും അമ്മയുടെ കണ്ണുകളിൽ എന്നോടുള്ള പകയും ദേഷ്യവുമാണ് പണ്ട് ഞാൻ കണ്ടിരുന്നത്. അതൊന്നും അമ്മ സത്യങ്ങളെല്ലാം അറിഞ്ഞ് എന്നോട് ദേഷ്യപ്പെടുമ്പോഴുള്ള കണ്ണുകളിൽ ഉണ്ടായിരുന്നില്ല. പുറമേ സ്നേഹം കാണിച്ചില്ലെങ്കിലും അകത്ത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളതുപോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് പിന്നെ നീയും ആദർശവും ജയേട്ടനൊക്കെ എന്നോട് സത്യം മറച്ചു വെച്ചില്ലേ, എന്നെ കുറേ വട്ട് കളിപ്പിച്ചില്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നിങ്ങളെ വട്ട് കളിപ്പിക്കുമെന്ന് വിചാരിച്ച ഞാൻ എല്ലാം മനസ്സിലാക്കി അറിയാത്തതുപോലെ അഭിനയിച്ച് കാണിച്ചത്. നയന ഈ സമയം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏതായാലും അമ്മയുടെ അഭിനയം അടിപൊളിയായിരുന്നു. ആർക്കും ഒരു സംശയവും തോന്നാത്ത നല്ല അടിപൊളി അഭിനയം. എൻ്റെ പെരുമാറ്റം അഭിനയമാണെന്ന് അറിഞ്ഞിട്ടും നീ ഒന്നും മനസ്സിലാകാത്ത പോലെ എൻ്റെ അഭിനയത്തിനനുസരിച്ച് നിന്ന് തന്നില്ലേ. അവിടെയും നീ ഒരു തരത്തിൽ പറഞ്ഞ എൻ്റെ കൂടെ നിന്നു. അവിടെ എന്നെ സപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ പരസ്പരം സ്നേഹം പങ്കിടുകയാണ് ദേവയാനിയും നയനയും. നയനയുടെയും ദേവയാനിയുടെയും ഒരുമിക്കൽ തറവാട്ടിലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സന്തോഷിക്കുന്നവരും കുശുമ്പ് കുത്തുന്നവരും ഉണ്ട്. ആദർശന് ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും സന്തോഷമാകുന്നുണ്ട്. ആദർശനോട് ജയൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്, നീ മല ചവിട്ടിയതിൻ്റെ ഫലം ഉണ്ടായത് കണ്ടോ. അയ്യപ്പസ്വാമി നിന്റെ ആഗ്രഹം നടത്തി തന്നില്ലേ. അതെ, അയ്യപ്പസ്വാമി എന്നെ കൈ ഒഴിഞ്ഞില്ല. ഇനി നയനയെയും അമ്മയെയും പരസ്പരം സ്നേഹത്തിൽ പെരുമാറുന്നത് കാണാലോ. ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു അമ്മ മകൾ ബന്ധം പോലെയാണ് പെരുമാറുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവർ എത്ര ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറിയിരുന്നവരാണ്, എത്ര വഴക്കിട്ടിട്ടുണ്ട്. കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ. ഇപ്പം എല്ലാം മാറിയില്ലേ. ഇപ്പം അവർക്ക് തമ്മിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. അതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അച്ഛാ. അത് ശരിയാണ്. ഇനി അവർ രണ്ടാളും കൂടി ചേർന്ന് നമ്മളെ ഒറ്റപ്പെടുത്താതിരുന്നാൽ മതി. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ജയൻ ആദർശിനോട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അടുക്കളയാണ്. നയനയും ദേവയാനിയും പരസ്പരം സംസാരിച്ച് സന്തോഷത്തിലാണ് അടുക്കളയിൽ ഓരോ പണിയും ചെയ്യുന്നത്. അത്രയും നാൾ നയനയെ അടുക്കളയുടെ പരിസരത്ത് കയറ്റാതെ പണിയിൽ നിന്നും ഒഴിവാക്കിയ ദേവയാനിയുടെ കൂടെ നിന്നുകൊണ്ടാകും നയന ചിരിച്ചുകൊണ്ട് പണികൾ ചെയ്യുന്നത്. ദേവയാനി കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് നയനയോട് സംസാരിക്കുകയാണ്. ദേവയാനി പറയുന്ന കഥകൾ ആസ്വദിച്ച് കേൾക്കുകയാണ് നയന. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ആസ്വദിച്ചാകും പണികൾ ചെയ്യുന്നത്. മുത്തശ്ശിയാണെങ്കിൽ ആ സമയം അടുക്കളയിൽ വരുന്നുണ്ടാകും. ദേവയാനിയുടെയും നയനയുടെയും സന്തോഷം കണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല, അമ്മായിയമ്മയും മരുമകളും ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ.
അത് പിന്നെ ഇപ്പോഴല്ലേ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇങ്ങനെ ആസ്വദിച്ച് പണികൾ ചെയ്യുന്നേ. ഞങ്ങളിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് കുക്ക് ചെയ്യുകയാണ് അമ്മേ. എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ നയന മോൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഈ സമയം നയന പറയുന്നുണ്ട്, അമ്മയുടെ കുട്ടിക്കാലത്തെ കഥകൾ കേട്ട് പാചകം ചെയ്യുന്നതിൻ്റെ സുഖം അത് വേറെ തന്നെയാണ് മുത്തശ്ശി. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മക്കളെ. എന്ന് നിങ്ങളിനി ഇങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങളുടെ സ്നേഹത്തിൽ കുശുമുള്ള പലരും ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരിനി നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ പല വഴികളും നോക്കും. അതിലൊന്നും ദേവയാനി നീ ഇനി ഒരിക്കലും വീഴരുത്. ഇതാണ് മോളെ സത്യമായ ജീവിതം, ഇതാണ് ശരി. ഈ സമയം ദേവയാനി പറയുന്നുണ്ട്, അമ്മ ഇനി ആ കാര്യത്തിൽ പേടിക്കേ വേണ്ട. എൻ്റെ നയന മോളെ ഞാൻ അത്രത്തോളം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ആർക്കും കഴിയില്ല. അത്രയ്ക്കും ഞാൻ എൻ്റെ നയന മോളെ ഇപ്പോൾ ആരെക്കാളും സ്നേഹിക്കുന്നുണ്ട്. അതേ മുത്തശ്ശി, അമ്മയും ഞാനും ഇനി ഒരിക്കലും വേർപിരിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നയന ദേവയാനിയുടെ തോളിൽ ഇങ്ങനെ തല വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശേഷം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളുടെ പാചകം നടക്കട്ടെ എന്നും പറഞ്ഞ് അടുക്കളയിൽ നിന്നും പോവുകയാണ് മുത്തശ്ശി. അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞ് ദേവയാനിയും നയനയും ആഹാരം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ശേഷം എല്ലാവരും കഴിക്കാൻ വരുന്നുണ്ടാകും. എല്ലാവർക്കും വിളമ്പി കൊടുത്ത ശേഷം നയനയും ദേവയാനിയും അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ടവർ പരസ്പരം ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെയാകും ഭക്ഷണം വിളമ്പുന്നതും കഴിക്കുന്നതും. പരസ്പരം ആഹാരം വിളമ്പി കൊടുക്കുന്നുമുണ്ട്. മാത്രമല്ല ദേവയാനി നയനയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുമുണ്ട്. നയനയും ദേവയാനിക്ക് തിരിച്ച് വാരി കൊടുക്കുന്നുണ്ട്. ഉച്ചനേരമായതുകൊണ്ട് തന്നെ വീട്ടിലെ പെണ്ണുങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമേ കഴിക്കാനുണ്ടാകുള്ളൂ. ദേവയാനിയുടെയും നയനയുടെയും സ്നേഹം കാണുമ്പോൾ മുത്തശ്ശനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. മുത്തശ്ശൻ സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയെ നോക്കുന്നുണ്ടാകും. പക്ഷെ ഇതെല്ലാം കണ്ട് സഹിക്കാത്ത അവർ മറ്റാരുമല്ല, ജാനകി, അനാമിക, ജലജ. ഇവർ 3 പേരും കുശുമ്പ് മൂത്താകും ആ കാഴ്ച കാണുന്നത്. അവർക്ക് ഒന്ന് ആസ്വദിച്ച് സമാധാനത്തോടെ ആ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നുണ്ടാകില്ല. അതേസമയം നയനയും ദേവയാനിയും ആണെങ്കിൽ പരസ്പരം സ്നേഹത്തോടെയാകും ഭക്ഷണങ്ങൾ വിളമ്പുന്നതും കഴിക്കുന്നതും എല്ലാം. അതെല്ലാം കാണുമ്പോൾ കുശുമ്പ് മൂത്ത് നോക്കുക എന്നല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല. കാരണം അത്രയ്ക്ക് അടുത്തുപോയി നയനയും ദേവയാനിയും. ഇനി മറ്റാർക്കും അകറ്റാൻ കഴിയാത്ത വിധം അവർ അത്രയ്ക്കും അടുത്തുപോയി. അനാമികയാണെങ്കിൽ ഭക്ഷണം ഒന്ന് സമാധാനത്തിൽ കഴിക്കാൻ പോലും കഴിയാതെ, എടുത്ത ഭക്ഷണം പോലും കഴിക്കാതെ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടാകും. അതൊന്നും ദേവയാനി മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടാകില്ല.